ത്രിമൂർത്തികളായി അറിയപ്പെടുന്ന ദേവന്മാരാണ് പരമശിവൻ, വിഷ്ണുഭഗവാൻ, ബ്രഹ്മദേവൻ എന്നിവർ. ഇവരിൽ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് ബ്രഹ്മാവിനെയും സ്ഥിതി പരിപാലകനായി, വിഷ്ണുവിനെയും സംഹാരകർത്താവായി, ശിവനെയും സങ്കൽപ്പിക്കുന്നു. മഹാദേവനെ സംഹാരവുമായി ഉപമിക്കുമ്പോൾ പലർക്കുമുള്ള സംശയമാണ് കലിയുഗാന്ത്യത്തിൽ ദുഷ്ടസംഹാരത്തിനായി അവതാരമെടുത്തത് സാക്ഷാൽ മഹാവിഷ്ണു ആയിരുന്നില്ലേ എന്നത്. സ്ഥിതി പരിപാലകനായ മഹാവിഷ്ണുവാണ് തന്റെ അവസാന അവതാരമായ കൽക്കിയായി മാറുന്നത്. എന്നാൽ യാഥാർത്ഥ്യമെന്തെന്നാൽ എല്ലാവരും കരുതുന്ന പോലെ കൽക്കിയുടെ ധർമ്മം സംഹാരമായിരുന്നില്ല. അത് പുനർപരിപാലനവും ധർമ്മപുനഃസ്ഥാപനവുമാണ്. അതിനാലാണ് മഹാവിഷ്ണു ദശാവതാരമായ കൽക്കിരൂപം കൈവരിച്ചത്. സാക്ഷാൽ പരമശിവൻ ക്ഷിപ്രസാദിയും അതുപോലെ തന്നെ ക്ഷിപ്രഗോപിയുമായിട്ടാണ് പറയപ്പെടുന്നത്. സർവശക്തിയുടെ ഉറവിടമായ മഹാദേവൻ ദേവന്മാരുടെ ദേവനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ആദിദേവൻ എന്നൊരു നാമം കൂടി പരമേശ്വരന് ഉള്ളതായി കാണാം. മറ്റു ദേവതകളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ രീതികളും ആചാരങ്ങളുമാണ് പരമേശ്വരനുള്ളത്. അതിനാൽ തന്നെ പരമശിവനെ ആരാധിക്കുന്നതിലും വ്യത്യസ്തത നിലനിൽക്കുന്നു. ശ്മശാനവാസിയായ പരമേശ്വരൻ നാഗങ്ങളെയും തലയോട്ടികളെയും ആഭരണങ്ങളായും പുലിത്തോൽ വസ്ത്രമായും ധരിച്ചിരിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഒരേ രീതിയിലാണ് മഹാദേവൻ കാണുന്നത്. മനോഹരമായ പൂന്തോട്ടവും ശ്മശാനവും അദ്ദേഹത്തിന് ഒരുപോലെയാണ്. മഹാദേവന്റെ ജനനത്തെപ്പറ്റി പല പുരാണങ്ങളിലും വ്യത്യസ്തമായാണുള്ളത്. ശിവപുരാണപ്രകാരം മഹാദേവൻ സ്വയംഭൂവാണെന്ന് പറയപ്പെടുന്നു. അതിനാൽ തന്നെ പരമശിവൻ ജനനത്തിനും മരണത്തിനും അതീതനായി നിലനിൽക്കുന്നു. കൈലാസനാഥനായ സർവശക്തിയുടെ ഉറവിടമായ തുടക്കമോ അവസാനമോ ഇല്ലാത്ത സർവസംഹാരമൂർത്തിയാണ് മഹാദേവൻ. പരബ്രഹ്മത്തിന്റെ ഏറ്റവും അടുത്ത സ്വരൂപമാണ് പരമശിവനെന്നും സൃഷ്ടിയുടെ ഏതുതരത്തിനെയും ഒരുപോലെ കാണുന്ന ദേവനാണ് പരമശിവനെന്നും ശിവപുരാണം പറയുന്നു. ലിംഗപുരാണത്തിൽ പരമേശ്വരനെ ഊർജ്ജമായിട്ടാണ് സങ്കൽപ്പിക്കുന്നത്. ഈ ഊർജ്ജത്തെ രുദ്ര അഥവാ അഗ്നി എന്നും പറയപ്പെടുന്നു. ഇതിൽ നിന്നാണ് സമസ്ത പ്രപഞ്ചവും സൃഷ്ടിക്കപ്പെട്ടതെന്നും ഈ പുരാണം പറയുന്നു. അതായത് പരമേശ്വരൻ ഒരു ഊർജ്ജ സ്രോതസ്സാകുന്നു. ഈ ഊർജ്ജത്തെ നശിപ്പിക്കുവാനോ കുറയ്ക്കുവാനോ ആർക്കും സാധ്യമല്ല. ഒരിക്കൽ വിഷ്ണുഭഗവാനും ബ്രഹ്മദേവനും തമ്മിൽ തർക്കമുണ്ടായി. തങ്ങളിൽ ആരാണ് ഏറ്റവും വലിയ ശക്തിശാലി എന്നറിയുവാനാണ് ആ തർക്കമുണ്ടായത്. തർക്കം അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തിനിൽക്കുന്ന സമയം പെട്ടെന്ന് ഇരുവർക്കും നടുവിൽ തീക്ഷണമായി ജ്വലിക്കുന്ന വലിയൊരു തൂൺ പ്രത്യക്ഷപ്പെടുകയും ആ പ്രത്യക്ഷപ്പെട്ട തൂണിന്റെ ഒരു അഗ്രം ആകാശത്തെ കീറിമുറിച്ചും മറ്റേ അഗ്രം പാതാളത്തെ കീറിമുറിച്ചും പോയിരുന്നു. തൂണിന്റെ ആദ്യവും അന്തവും കാണാനായി ഇരുവരും പരിശ്രമിക്കുകയും തുടക്കമോ അവസാനമോ ഇരുവർക്കും കണ്ടെത്താൻ കഴിയുകയും ചെയ്തില്ല. ഇതുതന്നെയാണ് മഹാദേവന്റെ ജനനത്തെയും സൂചിപ്പിക്കുന്നത്. ബ്രഹ്മ മഹാവിഷ്ണുദേവന്മാരോളം ശക്തിയുള്ള അനന്തമായ ഒരു ഊർജ്ജസ്രോതസ്സായി പരമേശ്വരൻ ഇന്നും നമുക്കുള്ളിലും നമുക്ക് ചുറ്റും നിലനിൽക്കുന്നു എന്നതാണ് സത്യം. എന്നാൽ വിഷ്ണുപുരാണത്തിൽ പരമേശ്വരന്റെ ജനനത്തെപ്പറ്റി പ്രതിപാദിക്കുന്നത് ഇപ്രകാരമാണ്. ഒരിക്കൽ ബ്രഹ്മാവും വിഷ്ണുവുമിടയിലെ സംസാരത്തിനിടയിൽ പ്രത്യക്ഷമായ മഹാദേവനെ ബ്രഹ്മാവ് തിരിച്ചറിയാതെ അവഗണിക്കുകയാണ്. അതിൽ നീരസം തോന്നിയ പരമേശ്വരൻ അവിടെ നിന്നും അപ്രത്യക്ഷനായി. എന്നാൽ തന്റെ തെറ്റ് മനസ്സിലാക്കിയ ബ്രഹ്മാവ് ക്ഷമാപണം നടത്തുകയും മഹാദേവനോട് തന്റെ പുത്രനായി രുദ്രൻ എന്ന നാമത്തിൽ ജനിക്കുവാനും ആവശ്യപ്പെട്ടു എന്നാണ് വിഷ്ണുപുരാണം പറയുന്നത്. കൂടാതെ ഭാഗവതപ്രകാരം പരമേശ്വരൻ വിഷ്ണുഭഗവാന്റെ നെറ്റിയിൽ നിന്നും ഉത്ഭവിച്ചു എന്നും പറയപ്പെടുന്നു. ഇതിനാലാണ് പരമേശ്വരൻ എപ്പോഴും ധ്യാനത്തിലായിരിക്കുന്നതെന്നും പറയപ്പെടുന്നു. മഹാദേവന്റെ പ്രധാനപ്പെട്ട 11 അവതാരങ്ങൾ ഇവയെല്ലാമാണ്. വീരഭദ്രൻ. ദക്ഷൻ ശിവനെ അവമതിച്ചപ്പോൾ മഹാദേവന്റെ കോപത്തിൽ നിന്നു വീരനും ധർമ്മസേനാനിയുമായ വീരഭദ്രനെ സൃഷ്ടിച്ചു. അവൻ ദക്ഷന്റെ യാഗം തകർത്തു. ഭൈരവൻ. ബ്രഹ്മാവിനെ ശിക്ഷിക്കാൻ ശിവൻ ഭൈരവനായി അവതരിക്കുന്നു. ഭയാനകമായ രൂപം, കാലത്തെപ്പോലും കീഴടക്കുന്ന ശക്തി. അതിനാൽ കാലഭൈരവൻ എന്ന പേരിലും അറിയപ്പെടുന്നു. നന്ദികേശ്വരൻ. ശിവന്റെ നിത്യസേവകനും വാഹകനുമായ നന്ദീരൂപം. ശിവനിൽ നിന്ന് അവതരിച്ച പതിവ് ഭക്തസ്വരൂപം. അശ്വത്ഥാമ. മഹാഭാരതത്തിൽ ദ്രോണന്റെ മകനായ അശ്വത്ഥാമയെ ശിവന്റെ അംശമായി പറയുന്നു. അശ്വത്ഥാമന്റെ കോപം, ശാപം ഇവയെല്ലാം ശിവതത്വത്തിന്റെ ഭാഗമായി കണക്കാക്കപ്പെടുന്നു. ഹനുമാൻ. പല പുരാണങ്ങൾ പറയുന്നത് പ്രകാരം ഹനുമാൻ ശിവന്റെ 11ാമത്തെ അവതാരമാണ്. ആഞ്ജനദേവിക്ക് ശിവൻ അനുഗ്രഹം നൽകി ജനിച്ചവൻ.
ശിവന്റെ ഭക്തനും ശക്തിയുടെ പ്രതീകവുമാണ് ഹനുമാൻ. ശർഭേശ്വരൻ. വിഷ്ണുവിന്റെ നരസിംഹാവതാരത്തിനു ശേഷം അവന്റെ രോഷം നിയന്ത്രിക്കാൻ ശിവൻ ശരഭ എന്ന പക്ഷിരൂപമെടുത്തു. ശരഭൻ ഒരു പക്ഷിസിംഹരൂപമാണ്. കിരാതശിവൻ. അർജുനനെ പരീക്ഷിക്കാൻ ശിവൻ കിരാതനായി അവതരിക്കുന്നു. അർജുനന്റെ ആത്മവിശ്വാസം ഭംഗപ്പെടുത്താതെ പിന്നീട് അവന് പാശുപതാസ്ത്രം നൽകുന്നു. മുനീശ്വരൻ. ചില കഥകളിൽ ശിവൻ മുനിയായും തപസ്സുകാരനായും അവതരിക്കുന്നു ഭക്തരെ പരീക്ഷിക്കാൻ. അവധൂതൻ. സമ്പൂർണ്ണ വൈരാഗ്യത്തിന്റെ രൂപം. ജഡഭിക്ഷുക്കളുടെ വേഷത്തിൽ. ഭൗതികത്വം ഇല്ലാതെയുള്ള ജീവിതം. കൈലാസപതി. ശിവൻ പല രൂപങ്ങളിൽ ഉള്ളപ്പോഴും കൈലാസത്തിൽ തപസ്സിലിരിക്കുന്ന രൂപം. വ്യത്യസ്തമായ കഥകളാണ് ത്രിമൂർത്തികളുടെ ജനനത്തെയും മരണത്തെയും കുറിച്ച് പറയപ്പെടുന്നത്. സൃഷ്ടിസംഹാരകനായ മഹാദേവന് അന്ത്യമുണ്ടായിരിക്കുന്നതല്ല. ഒരു അദൃശ്യമായ ശക്തിസ്രോതസ്സായി പരമേശ്വരൻ ഇന്നും എന്നും നിലകൊള്ളുന്നു. ജഗത്പിതാവായി പരമശിവനെയും ജഗജ്ജനനിയായി പാർവതീദേവിയെയും കണക്കാക്കുന്നു. അതുകൊണ്ടുതന്നെ ജഗത്പിതാവായ പരമേശ്വരൻ ഭക്തരുടെ മനസ്സുരുകിയാൽ ഒരിക്കലും കേൾക്കാതിരിക്കില്ല. ഒരേ സമയം ഉഗ്രതാണ്ഡവനും കോപാകുലനുമായ, എന്നാൽ കാലങ്ങളോളം ശാന്തനായി തപസ്സനുഷ്ഠിക്കുകയും ചെയ്യുന്ന മഹാദേവനെ പൂജിക്കുന്നതിലൂടെ എല്ലാവർക്കും സർവൈശ്വര്യങ്ങൾ ലഭിക്കട്ടെയെന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ സമയത്തിന് നന്ദി.